ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കുന്നു. പൂക്കളെയും മുള്ളിനെയും, വെളിച്ചത്തിനെയും ഇരുട്ടിനെയും, മധുരത്തിനെയും കയ്പിനെയും അദ്ദേഹം എല്ലാത്തിനെയും ഒരുപോലെ സ്വീകരിക്കുന്നു. ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കുന്നില്ല. അദ്ദേഹം അൺകണ്ടീഷണലാണ്. ജീവിതത്തിൽ എന്തുണ്ടോ, ജീവിതം എന്ത് കൊണ്ടുവരുന്നുവോ അതിനെ സ്വീകരിക്കുന്നു. നമ്മൾ പൂക്കളെ കിട്ടുമ്പോൾ പൂക്കളിലെ മുള്ളുകളെ ഇല്ലാതാക്കാൻ നോക്കുന്നു. മുള്ളുകളില്ലാത്ത പൂക്കളാണ് നമുക്കിഷ്ടം. അല്ലെങ്കിൽ മുള്ളുകൾ നുള്ളിക്കളഞ്ഞതിന് ശേഷം പൂവെടുക്കാനാണ് നമുക്കിഷ്ടം. പക്ഷെ കൃഷ്ണൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന് പൂക്കൾ കിട്ടുമ്പോൾ അതിന് മുള്ളുകളുണ്ടെങ്കിൽ അദ്ദേഹം ആ മുള്ളുകളോടെ തന്നെ പൂവിനെ സ്വീകരിക്കുന്നു. കാരണം അദ്ദേഹം തിരിച്ചറിയുന്നു, പൂവും മുള്ളും ഓപ്പോസിറ്റുകളല്ല എന്ന്. അവ ഒന്നാണെന്ന്, ഒരേ ചെടിയുടെ ഭാഗമാണെന്ന്, രണ്ടിനും വേരൊന്നു തന്നെയാണെന്ന്. സത്യത്തിൽ പൂവിൻ്റെ ശത്രുവല്ല മുള്ള. നമ്മളങ്ങനെ ചിന്തിക്കുമെങ്കിലും പൂവിനെ സംരക്ഷിക്കുക എന്ന ജോലിയാണ് മുള്ളിനുള്ളത്. ഒരു വലിയ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് രണ്ടുപേരും. ജീവിതത്തിൽ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെ. നമ്മൾ ഓപ്പോസിറ്റുകളെന്ന് വിചാരിക്കുമെങ്കിലും അവയെല്ലാം ഒരേ സിസ്റ്റത്തിൻ്റെ തന്നെ ഭാഗമാണ്. കൃഷ്ണൻ ഇത് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് ചോയ്സുകളില്ല. ജീവിതം എന്തു കൊടുത്താലും അദ്ദേഹം അതിൻ്റെ പൂർണ്ണതയോടെ സ്വീകരിക്കുന്നു. അതുകൊണ്ടും കൂടിയാണ് ഭഗവാനെ പൂർണ്ണതയുള്ള വ്യക്തിയെ വിളിക്കുന്നത്.